അടുത്തതായി വളരെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ പ്രവീൺ സാറിനെ ബഹുമാനത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ 8ാം വാർഡ് കൗൺസിലർ ശ്രീ അനൂപ് സാറിനെ ബഹുമാനത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഷിറ്റോറിയോ സ്പോർട്സ് കരാട്ടെ അക്കാദമിയുടെ ഡയറക്ടർ ശ്രീ ഷിഹാൻ നോവർ സാറിനെ ബഹുമാനത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജപ്പാൻ ചൈന പോലുള്ള രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് ഇത് പ്രചാരത്തിലുള്ളത്. നമ്മളൊക്കെ പണ്ട് കാലത്ത് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് കിലോമീറ്ററുകൾ നടന്നിട്ടാണ്. ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് നടന്നിട്ടാണ് നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു വ്യായാമത്തിൻ്റെ ആവശ്യമില്ല. അന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വീട്ടിൽ അച്ഛനമ്മമാർ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമാണ്. പുറത്ത് ഹോട്ടലിൽ പോയി കഴിച്ചതായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ പോയി കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇന്ന് നമ്മുടെ മക്കൾ, ഇൻക്ലൂഡിങ് എൻ്റെ മകനുൾപ്പെടെ, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പുറത്തു പോയി ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ആപ്പുകൾ നമ്മുടെ മൊബൈലിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അവർ ഫുഡ് കൊണ്ടെത്തിക്കും. ആ ഫുഡിൻ്റെ വൃത്തിയെക്കുറിച്ചോ ആ ഫുഡ് എങ്ങനെയാണെന്നോ നമുക്കറിയില്ല. നമ്മളത് കഴിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കൾ വീട്ടിൻ്റെ വാതിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സ്കൂൾ ബസ് വരികയാണ്. ബസ്സിലേക്ക് കയറാനും ഇറക്കാനും ആയമാരുണ്ട്. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിലോമീറ്ററോളം നടന്നാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമ്മുടെ മക്കൾക്ക് വ്യായാമം ഇല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. എന്താണ് ജീവിതശൈലി രോഗങ്ങളെന്ന് നിങ്ങൾക്കറിയാം. ഭക്ഷണത്തിലെ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടും വ്യായാമത്തിന്റെ അഭാവം കൊണ്ടും ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. അത് ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നുകളുടെ പ്രശ്നമാണ്. അതും ഇപ്പം മാറി. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അറിയുന്ന MDMA പോലുള്ള മയക്കുമരുന്നുകളാണ്. അത്തരം മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു 2 പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ നിർത്തുന്നതിന്റെ എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ മയക്കുമരുന്ന് ഇവിടെ നമ്മുടെ കൊച്ചു കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. കണക്കുകൾ പറയുന്നത് ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ അങ്ങോട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഇതിനെക്കുറിച്ചുകൂടെ പറയാൻ കാര്യം ഈ കാലഘട്ടത്തിൽ കരാട്ടയുടെ ആവശ്യകതയെക്കുറിച്ചാണ്. കരാട്ടയുടെ ആവശ്യകത എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ വ്യായാമമില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വൃത്തിയോടുകൂടിയല്ല. ആ സാഹചര്യത്തിൽ കരാട്ടെ എന്ന് പറയുന്ന മാർഷൽ ആർട്സ്, കരാട്ടെ എന്ന് പറയുന്ന കേവലമായ ഒരു ആയോധന കലയല്ല ഈ കരാട്ടെ എന്ന് പറയുന്നത്. കരാട്ടെ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഏറ്റവും ഉതകുന്ന ഒരു കലയാണ്, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കാരണം സ്പോർട്സ് ആണെന്ന് പറയാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് സ്പോർട്സിൽ കരാട്ടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ കേവലം ഒരു ഗെയിം പഠിക്കുക അല്ലെങ്കിൽ ഒരു കല പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് നമുക്കും നമ്മുടെ നാടിനും എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ ഉദ്ഘാടകൻ നിങ്ങളോട് വളരെ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു സംഭാഷണത്തിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. ഡിഫെൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് പോകുമ്പോൾ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു കഴിവ്, അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളാണ് ഈ ഒരു കരാട്ടയിലൂടെ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലേറ്റവും അധികം പറയുന്നത് സാറിനെ പറ്റി തന്നെയാണ്. സാർ ഒത്തിരി പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു സാറിൻ്റെ ഇനിയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ഇനിയും നമ്മുടെ കുട്ടികൾക്ക് അതുവഴി നേട്ടമുണ്ടാവട്ടെ. ആ നേട്ടം നമുക്കും നമ്മളോടൊപ്പം ഈ സ്ഥാപനത്തിനും അതിൻ്റെ ഉയർച്ചയ്ക്കും പ്രശസ്തിക്കും ഒക്കെ ഇടയാക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ആദ്യ, നന്ദന, പ്രണവ്, അബിൻരാജ്, അഭിനവിയെ, രാം ബിജോയ്, ആദിനാഥ് എന്നിവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചോളുന്നു.
സൗണ്ട് സിസ്റ്റം നൽകി നമ്മളെ സഹായിച്ച കലാഭവൻ മണി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ അജിൽ മണിമുത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊള്ളുന്നു. 1988 കരാട്ടെ പരിശീലനത്തിലൂടെ 1993 ബ്ലാക്ക് ബെൽറ്റ് നേടുകയും ചെയ്തു. ഞാൻ ബ്രൗൺ ബെൽറ്റ് ആയപ്പോൾ തന്നെ ഞാൻ കരാട്ടെ ക്ലാസ് തുടങ്ങിയ വ്യക്തിയാണ്. എൻ്റെ നാട്ടുകാർക്ക് അറിയാൻ പറ്റും, ഇവിടെ ഉള്ളവർക്ക് എന്നെ അറിയാൻ പറ്റും. ബ്രൗൺ ബെൽറ്റ് എടുത്തപ്പോൾ തന്നെ ക്ലാസ് തുടങ്ങി. പലരും എൻ്റെ ഇപ്പം പഠിച്ച സ്റ്റുഡൻസിൻ്റെ പാരൻസ് എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന കാലം ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ കുറച്ച് അതിനുശേഷം ബ്ലാക്ക് ബെൽറ്റ് എടുത്തതിന് ശേഷം എനിക്കത് തുടർന്ന് നടത്തിക്കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. 2 സെൻറ്ററുകളോളം to